പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്റെ പേര് ലിസി, UK-ലാണ്. ഇവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ ഇങ്ങനെ നേച്ചറും ഈ കൃഷികളും പഴങ്ങളും പൂക്കളും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇന്ന് ഞാൻ ഈ ഒരു കൊട്ടയൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് എന്താണെന്നറിയോ? ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് ജെയിംസിന്റെയും ഗ്രേസിന്റെയും വീട്ടിൽ വന്നിരിക്കുവാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പം നമ്മൾ അധികം കാണാത്ത ഒരു ഫ്രൂട്ട് കാണാനിടയായി. വേറെ ഒന്നുമല്ല, അത്തിപ്പഴാണത്. എല്ലാ മതഗ്രന്ഥങ്ങളിലും ഇതിനെപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഔഷധ ഗുണങ്ങൾ നൽകുന്ന ഒരു ഫ്രൂട്ടാണിത്. അതുപോലെ തന്നെ നിറയെ ഫൈബർ കണ്ടന്റ് ഉണ്ട്. പിന്നെ സോഡിയം, പൊട്ടാസ്യം എല്ലാം ഉണ്ട് ഇതിനകത്ത്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ അത്തിപ്പഴം ഉണ്ടായി കിടക്കുന്നതും ഇതിൽ നിന്ന് പറിക്കാനായിട്ട് പോകുന്നതും. നിങ്ങൾ കണ്ടോ? നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ബൈബിളിലൊക്കെ ഇങ്ങനെ നമ്മൾ വായിച്ചിട്ടുണ്ട്, അതുപോലെ ഖുറാനിലും ഉണ്ട്. ഈവൻ ഹിന്ദു മതഗ്രന്ഥത്തിലും ഇതിന്റെ വൃക്ഷങ്ങളെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഒരെണ്ണം പറിച്ചു നോക്കാം. ഇങ്ങനെ നിറം മാറുന്നതാണ് പഴുത്തതെന്നാണ് ഇവർ പറഞ്ഞത്. ഞാൻ ഇതൊരെണ്ണം പറിക്കുവാണേ. ഇതിങ്ങനെ പറിച്ചു. ഒരു 5-6 ഒരുമിച്ച് പറിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഒരുമിച്ച് കാണിക്കാം കേട്ടോ. അപ്പൊ കുറെ അത്തിപ്പഴം കിട്ടി, ഒരുപാടുണ്ട് ഇതിനകത്ത്. ഞാനിപ്പോ ഇവരോട് ചോദിച്ചപ്പോ ജെയിംസും ഗ്രേസും പറഞ്ഞത് ഒരു 10 വർഷമായിട്ട് ഇവർ നട്ടിരിക്കുന്നതാണ്. അങ്ങനെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇത് എന്താ പറയുക, ഇടയ്ക്ക് കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കും, അല്ലാതെ വേറെ വളങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇപ്രാവശ്യം ഇവിടെ നല്ല വെയിലായതുകൊണ്ടാണ് ഇത്രയും ഉണ്ടായിരിക്കുന്നത്. എല്ലാ വർഷവും ഉണ്ടാവും, പക്ഷെ എല്ലാ വർഷത്തേക്കാളും കൂടുതൽ ഈ വർഷം ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം ഇതൊക്കെ പഴുത്തതാണ്, ഇനി പഴുക്കാനുള്ളതും ഉണ്ട്. അതുകൂടാതെ ഇത് കണ്ടോ, അതെ ഉണ്ടായി തുടങ്ങുന്നുണ്ടോ? ശരിക്കും ഞങ്ങൾക്കൊരു പുതിയ അറിവാണ് കേട്ടത്. അതുപോലെ എൻ്റെ കൂട്ടുകാർക്കും ഇതൊരു പുതിയ അറിവായിരിക്കും. നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് അത്തിപ്പഴം കണ്ടിട്ടേ ഇല്ല അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് ഒരെണ്ണം ഇതൊന്ന് തുറന്ന് നമുക്ക് കഴിക്കാം. ഇവര് പറഞ്ഞത് ഇത് അങ്ങനെ തന്നെ കഴിക്കാന്നാ പറഞ്ഞേ, ഇങ്ങനെ തന്നെ കടിച്ച് കഴിക്കാന്നാ പറഞ്ഞത്. പക്ഷെ ഞാനതൊന്ന് തുറന്ന് നിങ്ങളെ കാണിക്കാം കേട്ടോ. നോക്കിയേ, ഇതുപോലെയാണ് ഇത് വരുന്നത്. ഇത് കണ്ടോ? അയ്യോ, നമ്മൾ കടകളിലൊക്കെ ഇതിന്റെ ഡ്രൈ ആയിട്ടുള്ളത് കണ്ടിട്ടുണ്ടേ. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ. ഇത് നോക്കി, ഇതിന്റെ നല്ല ഒരു കുരുന്നല്ലേ ഇതിനിരിക്കുന്നത്. അപ്പൊ അത് കഴിച്ചു നോക്കട്ടെ ചേച്ചി. ഞാൻ ഇങ്ങനെ തന്നെ കഴിക്കാം. നല്ല മധുരമുണ്ട്, പുളിയോ ചവർപ്പോ ഒന്നുമില്ല. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളി. ഇനിയും കുറച്ചുകൂടി പറിക്കാനുണ്ട്. എന്തായാലും പറിച്ചിട്ട് നമുക്കിതൊന്ന് വീട്ടിലേക്ക് കൊണ്ടുപോവാം. 2-3 ദിവസമായി ജെയിംസ് വിളിക്കുന്നു, വരൂ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാന്ന് പറയാൻ. അപ്പൊ ഇന്നാണൊന്ന് സൗകര്യം കിട്ടി. വന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ വിചാരിച്ചു, അയ്യോ ഇതൊരു നഷ്ടമായി പോയനെ. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ എടുത്ത് നമ്മുടെ ചാനലിൽ ഇട്ടില്ലായിരുന്നെങ്കിൽ ശരിക്കും ഒരു നഷ്ടമായി പോയനെ. അപ്പൊ എന്തായാലും നമ്മുടെ അത്തിമരവും അത്തിപ്പഴവും നമ്മുടെ നാട്ടില് പേരയ്ക്ക ഉണ്ടായി കിടക്കുന്ന പോലെയാണ് അല്ലേ? അത് നോക്കിയേ, പേരയ്ക്ക ഉണ്ടായി കിടക്കുന്ന പോലെ തന്നെയാ തോന്നുന്നത്. ഇത് പേരയ്ക്ക കഴിക്കുന്നത് പോലെ തന്നെ മൊത്തമായിട്ട് കഴിക്കുകയും ചെയ്യാലോ. ഞങ്ങളിവിടെ പറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇംഗ്ലീഷ് അമ്മച്ചി വന്നിട്ട് ചോദിച്ചു, ഇതിന് എന്ത് വളമാണ് നൽകുന്നതെന്ന്. അപ്പൊ പ്രത്യേകിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു വളവും നൽകുന്നില്ല. ഇതിന് ഇവരുടെ സ്നേഹം മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഒരു വളവും ഇല്ല ഇതിന്. ഇവരുടെ സ്നേഹമാണ് ഇതിന്റെ വളം. അപ്പോൾ ഇത്രയും കിട്ടി. നോക്കിയേ, ഇത്രയും അത്തിപ്പഴം കിട്ടി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവര് അത്തിപ്പഴത്തിന്റെ മാത്രമാണ് വീഡിയോ എടുക്കാൻ പറഞ്ഞത്. പക്ഷെ ഇവിടെ ഒരുപാട് പൂക്കളുണ്ട്. പൂക്കളുടെ സീസൺ കഴിഞ്ഞു വരുവാണ്. എന്നാലും കുറച്ച് വീഡിയോ നമുക്ക് കിട്ടും പൂക്കളുടെ കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാലോ? വരും. നമ്മുടെ മുല്ലപ്പൂവാണതേ. നോക്കിയേ, ചെറിയ മുല്ലപ്പൂ. ഇതിങ്ങനെ ആർച്ച് പോലെ അവര് ഭംഗിയാക്കി വെച്ചിരിക്കുവാണ്. ഇതിന്റെ സീസൺ കഴിഞ്ഞു. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു നറുമണമുണ്ട് മുല്ലപ്പൂവിന്റെ. നല്ല ഭംഗിയായിട്ട് നിറഞ്ഞു നിൽക്കുമായിരുന്നെന്ന്. ഇപ്പൊ ഇതിന്റെ ഓൾമോസ്റ്റ് പോയി കുറച്ചേ ഉള്ളൂ. എന്നാലും നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. നമ്മുടെ സ്വന്തം ഡാലിയാണ്. ഇതിന്റെ ഒരു സ്ട്രക്ചർ നോക്കിയേ, ഇതിന്റെ വലിപ്പവും ഇതിന്റെ കളേഴ്സും നോക്കിയേ. ഇതിൽ കൂടുതലുണ്ടായിരുന്നു, അതെല്ലാം പൊഴിഞ്ഞു പോയി. ഇപ്പൊ ഇത്രയേ ഉള്ളൂ എന്നാ പറഞ്ഞത്. അതിൽ തന്നെ വേറൊരു വെറൈറ്റി. ഇത് കണ്ടോ, ഇതേ വേറൊരു വെറൈറ്റി. സൂപ്പർ അല്ലേ? ഓ, ചെറിയൊരു മണമുണ്ട് കേട്ടോ. ഇനി അടുത്ത ഡാലിയയിലേക്ക് പോവാം നമുക്ക്. അടുത്തൊരു ഡാലിയ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഈ ഒരു മഞ്ഞ കളറിൽ, സൗഹൃദത്തിന്റെ കളറാണ് മഞ്ഞ. എന്തൊരു വലിപ്പാന്ന് നോക്കിയതിന്. വേറെ ഒരു കളറും ഇല്ല അതിന്റെ കൂടെ, മഞ്ഞ മാത്രം.
അതിൻ്റെ വലുപ്പവും ആകൃതിയും ഷേപ്പും എല്ലാം കൂടി നോക്കി നിന്ന് പോവും. അതിൻ്റെ മുട്ട് നോക്കിയേ, ഇതാണ് അതിൻ്റെ മുട്ട്. നമ്മുടെ താമര വരുന്ന പോലത്തെ മുട്ടും നല്ല സൂര്യകാന്തിയേക്കാളും സൗന്ദര്യമുള്ള ഡാലിയപ്പൂവും. തന്നെ ആ മഞ്ഞയുടെ തന്നെ വേറൊരു വെറൈറ്റി, നല്ല പ്യുവർ വൈറ്റ്, നല്ല ഭംഗി കാണാൻ. ഇത് ശരിക്കും താമര വരുന്ന പോലെ തന്നെ ഉണ്ടല്ലേ, താമരയുടെ ഒരു ആകൃതിയിലാണ് അത് വന്നിരിക്കുന്നത്. നേരത്തെ കണ്ടതാണെങ്കിലും ഈ സൈഡിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതിനൊരു പ്രത്യേക സൗന്ദര്യം. ഈ ഒരു മജന്ത കളർ നോക്കിയേ, മജന്തയുടെ അകത്ത് വേറൊരു വെറൈറ്റി കളേഴ്സും അതിൻ്റെ വലിപ്പവും അതിൻ്റെ ഭംഗിയും മാടി മാടി വിളിക്കുന്നു. എന്നെയും കൂടി ഒന്ന് വീഡിയോയിലേക്ക് വരുമോ എന്ന് ചോദിക്കുന്നു. സൂപ്പർ അല്ലേ? ഓണമായിട്ട് വാഴയിലകൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നല്ല തൂശനില വെട്ടാൻ പറ്റുന്ന നല്ല വാഴ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ സമയമാകുമ്പോൾ ഇവിടെ വന്നിട്ട് 2 വാഴയിലേക്ക് വെട്ടിക്കൊണ്ടുപോകാം അല്ലേ? നോക്കിയേ, അട ഉണ്ടാക്കാനും അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാനും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സ്വന്തം വാഴ. നമ്മുടെ നാട്ടിലെ കോഴിവാലൻ ചെടിയൊക്കെ ഇല്ലേ, അതിൻ്റെ തന്നെ ഒരു വെറൈറ്റിയിൽ നല്ല മജന്തയും അതുപോലെ തന്നെ നല്ല മഞ്ഞ കളറും. സൂപ്പർ. അതിൻ്റെ ഇപ്പുറത്ത് ഇവർ ചോദിക്കുന്നു ഇവരെ കൂടി എടുത്തൂടെ എന്ന്. ചെറുതാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പെറ്റൂണിയ കിടക്കണ നോക്കിയേ, ഇതിൻ്റെ ചെടിച്ചട്ടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അത് കാണാൻ വയ്യാതെ ഇതിങ്ങനെ ആർത്തുല്ലസിച്ചിങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. മജന്ത, ഇത് ചെറിയ പെറ്റൂണിയാണിത്. ഇതിവിടെ നല്ലൊരു നീല, അങ്ങനെ നല്ല ഭംഗിയായിട്ട് പെറ്റൂണിയ, അതിൻ്റെ കൂടെ വേറൊരു ചെടി, അങ്ങനെ എന്തുകൊണ്ടും നല്ല ഭംഗി. സൂപ്പറായിട്ടുണ്ട്. നമ്മുടെ കുക്കുംബറാണതേ, ഇത് ഉണ്ടായി കിടപ്പുണ്ട്. അതിനകത്ത് ഒരു നല്ലൊരു വലിയ കുക്കുംബർ ഇവിടെ ഉണ്ട്. ഇതിവിടെ സർപ്രൈസ് ആയിട്ട് വെച്ചിട്ടുണ്ട്, കണ്ടോ? അപ്പോഴെന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളല്ലേ നമ്മളിവിടെ ജെയിംസിൻ്റെയും ഗ്രേസിൻ്റെയും വീട്ടിൽ നിന്ന് കണ്ടത്. അതിനിടയ്ക്ക് നല്ല റോസപ്പൂക്കളും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഒരു കുക്കുംബർ ഞങ്ങളോട് പൊട്ടിച്ചെടുത്തോളാൻ പറഞ്ഞു. അപ്പം ഞാനിതൊന്ന് പൊട്ടിച്ചെടുക്കുവാണേ. ഇത്രയും വലുത്, അടിപൊളി, സൂപ്പർ. ഇതപ്പം ഞങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് സ്നേഹത്തോടെ തന്നേക്കണതാണ്. എങ്ങനെയുണ്ട്? ഓക്കെ.